എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ്. എടാ മോനെ, ആവേശത്തിന് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇന്ന് തന്നെ പോയി എടുത്ത കേട്ടോ. രംഗണ്ണനും പിള്ളേരും തകർത്ത് വാരിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. ഇന്ന് ഞാൻ ഭയങ്കര ആവേശത്തിലാണ് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആവേശം മൂവിയുടെ ഒരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല. കാരണം ഈ മൂവിക്ക് റിവ്യൂവിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആവേശം മൂവി ഡയറക്റ്റഡ് ബൈ ജിത്തു മാധവൻ. എന്താ പറയുക, മലയാളത്തിൽ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവി ഇറങ്ങുന്നത്. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2024 മാത്രം എടുത്തു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റാണ്, നല്ല സിനിമകളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് പ്രേമലുമാണ്. അതിന് അപ്പുറത്തേക്ക് പോകുമ്പം RDX, തല്ലുമാല. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വളരെയധികം എന്റർടൈനിങ് ആയിട്ടുള്ള മൂവീസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം ഒക്കെ വളരെ നല്ല സിനിമകളാണ്. പക്ഷെ അതൊക്കെ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്ന സിനിമകളാണ്. ആ ഒരു കാറ്റഗറിയിൽ ദ ബെസ്റ്റ് ആണ്. അതേപോലെ ഞാൻ എന്റർടൈനിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള RDX ആണെങ്കിലും പ്രേമലു ആണെങ്കിലും തല്ലുമാലൊക്കെ ആണെങ്കിലും അതും എല്ലാം ചില ഫാക്ടേഴ്സ്, അതായത് ചില എന്റർടൈനിങ് ഫാക്ടേഴ്സ് കൊണ്ട് അത് എന്റർടൈനിങ് ആണ്. RDX ആണെങ്കിൽ മെയിൻ ആയിട്ട് ഫൈറ്റ് ആണ്. തല്ലുമാല ആണെങ്കിൽ കൂടുതലും പാട്ട്, കളർഫുൾ, പിന്നെ കുറച്ച് ഫൈറ്റ്, അതൊക്കെയാണ് തല്ലുമാലയിൽ വരുന്നത്. പ്രേമലുവിലാണെങ്കിൽ കുറച്ച് കോമഡി, റൊമാൻസ്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ നമ്മുടെ ആവേശം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അതായത് കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മാസാണ്, പിന്നെ അടിച്ചുപൊളി പാട്ടുണ്ട്. അതായത് നമുക്ക് തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഡാൻസ് ചെയ്യും, അത്രയും ഒരു എന്താ പറയാ വൈബുള്ള സോങ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. കോമഡിയും ഫൈറ്റും മാസും എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു സ്റ്റോറി ലൈനും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും 10ൽ 10 ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ് ആവേശം. അതായത് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് 2.5 മണിക്കൂർ റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന സിനിമ. നമ്മളൊന്ന് കണ്ണ് നനയ്ക്കാൻ പറ്റുന്ന ഒരു സീൻ, അല്ലെങ്കിൽ അത്രയും നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സീൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 1-2 സീനൊക്കെ കാണത്തുള്ളൂ. പക്ഷെ അതിൽ തന്നെ നെക്സ്റ്റ് മിനിറ്റിൽ തന്നെ കോമഡിയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ കരയാനൊന്നുമുള്ള സമയമില്ല ഇതിനകത്ത്. ഫുൾ ടൈം നമ്മൾ ചിരിച്ച് എൻജോയ് ചെയ്ത്, എനിക്കൊന്നും പറയാനില്ല, അത്രയും ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ആവേശം. ഇതിലെടുത്ത് പറയേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ്, ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല. പുള്ളിയുടെ ഒരു ബോഡി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വില്ലൻ പരിവേഷം ഒന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു ബോഡിയോ ലുക്കൊന്നും അല്ല ഈ സിനിമയിലാണെങ്കിലും അല്ല. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗും സ്ക്രീൻ പ്രസൻസും ആക്ഷനും ഒക്കെ ആയിക്കോട്ടെ വേറെ ലെവൽ എന്നേ പറയാനുള്ളൂ. എന്താ പറയാ, ഫഹദ് ഫാസിലിന് പകരം മറ്റ് ആർക്കും ഈ ഒരു ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. അത്രയും എന്താ പറയാ 100% ആ ഒരു ക്യാരക്ടറിനെ ബെസ്റ്റ് ആക്കിയിട്ടുണ്ട് ഫഹദ് ഫാസിൽ. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ രംഗണ്ണൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ നമ്മളെ മനസ്സിൽ ഇത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ ഈ ഒരു ക്യാരക്ടർ ചെയ്തത് കൊണ്ട് തന്നെയാണ്. അത്രയും എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും പുള്ളി എന്താ പറയാ ആ ഒരു ക്യാരക്ടറിൽ അങ്ങ് ആറാടുകയായിരുന്നു. ഓരോ സീനിലും നമ്മൾ അറിയാതെ നമ്മളങ്ങ് കൈയടിച്ചു പോവാണ്, നമ്മളെ തന്നെ അങ്ങ് മറന്നു പോവാണ്. അതേപോലെ ഇതിലെ സോങ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര അടിച്ചുപൊളി സോങ്സ് ആണ്. അതായത് മലയാളത്തിൽ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ടൈപ്പ്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സോങ്സ് വളരെ കുറവേ മലയാളത്തിൽ ഉണ്ടാവാറുള്ളൂ. അത് തന്നെ ഒരു സിനിമയിൽ 1-2 സോങ്സ് അങ്ങനത്തെ കാണുള്ളൂ. പക്ഷെ ഇതിലുള്ള എല്ലാ സോങ്സും അങ്ങനത്തെയാണ്. നമ്മൾ എല്ലാ സോങ്സ് കേൾക്കുമ്പോഴും നമ്മളൊന്ന് ഡാൻസ് ചെയ്തു പോകും. അങ്ങനത്തെ സോങ്സ് ആണ്. എസ്പെഷ്യലി ഗലഗലഗലാട്ടം എന്ന് പറഞ്ഞ സോങ്. ആ സോങ് കേട്ടപ്പോഴത്തേക്ക് ഞാനൊക്കെ എൻ്റെ ഒക്കെ കൺട്രോൾ പോയായിരുന്നു. ഞാനൊക്കെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. സോങ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം നമ്മളെ ഇങ്ങനെ എന്താ പറയാ നമ്മളെ ആവേശം, ഈ സിനിമയുടെ പേര് പോലെ തന്നെ നമ്മളെ ഫുൾ ടൈം സിനിമ തുടങ്ങി
തുടങ്ങി ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ നമ്മളെ ആവേശത്തിൽ നിർത്തുന്ന ഒരു സിനിമയാണ് ആവേശം. പിന്നെ നമ്മുടെ പുതിയ പിള്ളേർ, ഈ 3 പിള്ളേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഫസ്റ്റ് മൂവിയാണ്, പക്ഷെങ്കിലും ഇവരുടെ ആക്ടിംഗ് ഒക്കെ അത്രയും നാച്ചുറൽ ആയിരുന്നു. ആർക്കും തന്നെ തോന്നൂല ഇവരുടെ ഫസ്റ്റ് മൂവിയാണെന്ന്. അത്രയും അടിപൊളിയായിട്ട് ഈ 3 പേരും ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ബാക്കി ഈ മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അവരവരുടെ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനുള്ള നമ്മളുടെ അമ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രോമാഞ്ചത്തിലുണ്ടായിരുന്നു പുള്ളി. അദ്ദേഹമൊന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പുള്ളിയൊക്കെ സ്ക്രീനിൽ വരുമ്പോ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി ഉണ്ടാവും. ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെ ഭയങ്കര കോമഡിയാണ് ശരിക്കും. ആക്ച്വലി ഞാൻ ഈ ഒരു മൂവി ഒരു കോമഡി, ഇത്രയും കോമഡി ഉണ്ടാവുമെന്ന് വിചാരിച്ചേ ഇല്ല. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇതൊരു മാസ് ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും ഗുണ്ട അടി അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സിനിമ എന്നുള്ള രീതിക്കാണ് ഞാൻ കാണാൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് ശേഷം സെലക്ട് ചെയ്തത്, ആവേശത്തിന് മുന്നേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകാന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു മാസ് ആ സമയത്ത് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ആക്ച്വലി മാസ് അല്ലെങ്കിൽ ആക്ഷനെക്കാളും കൂടുതൽ ഇതിൽ കോമഡിയാണ്. എന്താ പറയാ, നല്ല രീതിയിൽ അത് വർക്കായിട്ടുണ്ട് ഈ കോമഡി. എല്ലാവരും തന്നെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചൊക്കെ ഒരു മിസ്ലീഡിങ് ആണോ യൂത്തിന്. അതായത് ഈ വെള്ളമടി, സ്മോക്കിംഗ്, പിന്നെ അടി, ഇതൊക്കെയാണ് മാസ് എന്ന് വിചാരിക്കുന്ന, അതായത് ഇതൊക്കെയാണ് മാസ് എന്ന് നമ്മുടെ യൂത്തിനെ, ഈ ന്യൂ ജനറേഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണോ ഈ മൂവി എന്ന് എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ഈ കോളേജ് പിള്ളേരാണ്, പഠിക്കാൻ പോയ പിള്ളേരാണ്. പക്ഷെങ്കിൽ എന്താ പറയാ, എല്ലാ ദിവസവും പോയി വെള്ളം അടിക്കുക, പിന്നെ സിഗരറ്റ് വലിക്കുക, പിന്നെ ഒരു ലോക്കൽ ഗുണ്ടായിസം, ഇതൊക്കെ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണോ ഈ ഒരു മൂവി? അങ്ങനെയാണെങ്കിൽ അത് ഒരു റോങ് മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് എന്ന് എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സെക്കൻഡ് ഹാഫിൽ അത് കറക്റ്റായിട്ട് തന്നെ അവരത് കൺവേ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഏജിൽ പിള്ളേര് ഇതുപോലെ വഴിതെറ്റി പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒക്കെ ഒരു പരിണിത ഫലം, അത് അതിന്റെ എക്സ്ട്രീം ആയിരിക്കും എന്നുള്ളത് ഇവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി കറക്റ്റ് മെസ്സേജ് തന്നെ കൺവേ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വെള്ളമടി, സിഗരറ്റ്, അതായത് വെള്ളമടി, സ്മോക്കിംഗ്, ഇങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാണ്ട്, ഗുണ്ടായിസം, ഇങ്ങനത്തെ ഒരു പരിപാടികളൊന്നും ഇല്ലാണ്ട് ഏറ്റവും സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് ഈ സിനിമ പറയാതെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്കൊരു 2-2.5 മണിക്കൂർ തിയേറ്ററിൽ പോയി എല്ലാം മറന്ന് ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പണ്ടൊക്കെ ആയിരുന്നു, ഇപ്പൊ നമ്മുടെ കല്യാണരാമൻ അങ്ങനത്തെ മൂവീസ് ഒക്കെ ഇറങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ അതിലെ കോമഡിയും കാര്യങ്ങളൊക്കെ സിനിമ കഴിഞ്ഞാലും നമ്മൾ ഓർക്കുന്നത് അതിലുള്ള കോമഡിയാണ്, നമ്മൾ ഓർത്തിരിക്കുന്ന അതിലുള്ള കോമഡിയാണ്. അപ്പൊ നമ്മൾ കാണുന്ന ആളുകളോടൊക്കെ ഈ സിനിമയിൽ ഇന്ന കോമഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കും അതിനെക്കുറിച്ച്. നമ്മളൊരു മൂവിയിലുള്ള കോമഡി ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഇറങ്ങിയ മൂവീസിലൊക്കെ വളരെ കുറവാണ്. കൂടുതലായിട്ടും നമ്മളെ ഏതെങ്കിലും രീതിയിൽ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പോലെയുള്ള സർവൈവൽ ത്രില്ലർ, അങ്ങനത്തെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട സിനിമകളൊക്കെ അതിന്റെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മൂവി, അതായത് എന്റർടൈനിങ് ഫാക്ടേഴ്സ് എല്ലാം ഒത്തിണങ്ങിയിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് മലയാളത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു മൂവി ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും പോയി തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുക ഈ മൂവി. നമ്മുടെ മ്യൂസിക് ഡയറക്ടറുടെ പേരെടുത്ത് പറഞ്ഞില്ല, സുഷിൻ ശ്യാം. അദ്ദേഹം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു അസറ്റ് തന്നെയാണ്. ഇനിയും ഇതുപോലെ നല്ല 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 സോങ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റട്ടെ. അതൊക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ആവേശം മൂവിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് രേഖപ്പെടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എടാ മോനെ, സിനിമ കാണാൻ മറക്കണ്ട. ബൈ ബൈ.